ഹലോ മക്കളെ, പരീക്ഷയ്ക്ക് നമ്മൾ എന്തെല്ലാം പഠിക്കണമെന്ന് എപ്പോഴും ഒരു ചിന്തയാണല്ലേ. പക്ഷേ സാധാരണ എല്ലാ പരീക്ഷാ ചോദ്യ പേപ്പറിലും കാണുന്ന സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കത് നോക്കാം. എന്തെല്ലാം പഠിക്കണമെന്ന് ചോദിച്ചാൽ പാഠപുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് എന്തായാലും പഠിക്കണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പാഠപുസ്തകം ഉറപ്പായും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറേ ഡിസ്കോഴ്സസ് ആണ് വരുന്നത് അല്ലേ, വ്യവഹാര രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ വായിക്കാം, എഴുതാം, എല്ലാവർക്കും എളുപ്പം എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരാണ്. അതിലൊരു കഥ തരും, ചിലപ്പോൾ ഒരു കവിത തരും, ഒരു ഖണ്ഡിക തരും, അതിൽ നിന്ന് ചോദ്യങ്ങളും തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരം ഏതിൽ നിന്ന് കണ്ടെത്തണം? തന്നിരിക്കുന്ന കഥയിലോ കവിതയിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിന്നോ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി പരീക്ഷകളിൽ കാണുന്ന മറ്റൊന്നാണ് കത്തെഴുതാൻ പറയും. പിന്നെ ആസ്വാദനക്കുറിപ്പ്, ഡയറി, അനുഭവക്കുറിപ്പ്, ഇതൊക്കെ നമ്മളോട് എഴുതാൻ പറയുന്നതാണ്. കൂടാതെ പത്രവാർത്ത ഉണ്ടാവും. പത്രവാർത്ത എളുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോട്ടീസ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം. പ്രസംഗം നല്ലൊരു മാതൃക എല്ലാം നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ട്. നിവേദനം തയ്യാറാക്കുക എല്ലാവർക്കും ചിലപ്പോൾ വിഷമമുള്ള ഒന്നായിരിക്കും, പക്ഷെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോസ്റ്റർ, വർണ്ണന, അപേക്ഷ, വിളംബരം, ഇതൊക്കെ നമ്മൾ പരീക്ഷയിൽ സാധാരണ കാണുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് അടിപൊളി എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സും ഇത്തരം വീഡിയോസൊക്കെ കാണാം കേട്ടോ.